ഇന്ന് ഷിസാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഷിസാക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാം. ബാക്കി ഇതവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. ഇത് കേക്കൊക്കെ കാറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളെ ചാർജർ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് മുകളിൽ വിട്ടേക്കണം. മോളുടെ റൂമിൽ മുകളിൽ ചാർജർ എടുക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അവളവിടെ അത് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. സോ ഞങ്ങളെല്ലാം കാറിൽ സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോവാം. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് കേക്ക് കട്ടിയാന്ന് വിചാരിച്ചു. എങ്ങോട്ടാ ഷിസ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ് ഗായ്സ്. അങ്ങനെ ഷിസ കുട്ടി കേക്ക് കട്ട് ചെയ്തു. ഷിസ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയിട്ടോ. ഇവൾക്ക് ഇന്ന് ബർത്ത്ഡേ എന്നുള്ള കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഹോസ്പിറ്റലിൽ പോവാം, നീ കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ കൊണ്ടുവന്നത്. ഒരു 12 o'clock ആയപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ സോങ് അങ്ങോട്ട് പ്ലേ ചെയ്ത് കൊടുത്തു. മോള് ശരിക്കും ഷോക്കായിപ്പോയി. അയ്യോ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ മുകളിൽ കയറ്റിട്ട് അവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് അവളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു. അവൾ ശരിക്കും ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി. എങ്ങനെയുണ്ടായിരുന്നു ഷിസ? സർപ്രൈസ് ആയോ? ഹാപ്പി ആയോ? കേക്ക് എപ്പോൾ വെച്ചതറിയോ? നിമിത്ത ചാർജർ എടുക്കുമ്പോൾ. അങ്ങനെ ഷിസ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കുകയാണ് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട്. അപ്പോഴാണ് നമ്മുടെ ഷിമാക്ക്, ഷിസയുടെ അനിയന്, അവൻ്റെ മൂടൊക്കെ മാറി കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവന് ഭയങ്കര സങ്കടം. എന്നിട്ടാണെങ്കിൽ ഞങ്ങൾ കേക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവന് കൊടുക്കാനൊന്നും തയ്യാറായില്ല. ശരിക്കും ഭയങ്കര വിഷമം. ഷിസയുടെ ബർത്ത്ഡേ കാറിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്തു, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവന് വിഷമം. അവൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ചെയ്തില്ലാന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്നെ അടുത്ത ബർത്ത്ഡേക്ക് നമ്മൾ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവനെ ഹാപ്പിയാക്കി. പിന്നെ ഷീസൊക്കെ ഒരു കേക്കൊക്കെ വാരിക്കൊടുത്ത് അങ്ങനെ ഇപ്പോൾ അവന് ഓക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ വണ്ടി കയറി. എന്താ പറയുക, കുറേ 12 മണി ആയല്ലോ. ഇങ്ങനെ ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകുകയാണ്. പിള്ളേരൊക്കെ ആണെങ്കിൽ റൂഫൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ദേണ്ട് അടിച്ചു പൊളിക്കുക. അവർ പറക്കുകയാണ് ഗൈസ്, പറക്കുകയാണ്. അങ്ങനെ അവർ പറക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഷിസയുടെ ബർത്ത്ഡേ ഞങ്ങൾ വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിലായിരുന്നു. എന്നാലും അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് ഷിസാൻ്റെ മാത്രമല്ല, എൻ്റെ ഉമ്മേൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഉമ്മേൻ്റെ ബർത്ത്ഡേക്കും ഞങ്ങൾ ചെറുതായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ അതും ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഞാനും സിസ്റ്റേഴ്സൊക്കെ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു.
പർദ്ദ, ഒരാൾ പർദ്ദ കൊടുത്തു, ഒരാൾ ചുരിദാർ കൊടുത്തു, അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്ത് ഉമ്മീനെയും ഹാപ്പിയാക്കി. അപ്പോൾ ഇതാണ് ഉമ്മിക്ക് മേടിച്ചു കൊടുത്ത പർദ്ദ. അപ്പോൾ എൻ്റെ ചുരിദാർ ഉമ്മി ഇപ്പോൾ ഇടണില്ല എന്ന് പറഞ്ഞു, കുഴപ്പമില്ല, അപ്പോൾ എപ്പോഴെങ്കിലും ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.